ഹായ് ഫ്രണ്ട്സ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ കേരളം ചർച്ച ചെയ്യേണ്ടതായ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പന്ത് തങ്ങളുടെ കോർട്ടിൽ ആവാതിരിക്കാനും മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമായി എല്ലാ മുന്നണികളും കിണഞ്ഞു ശ്രമിക്കുകയാണ്. ശബരിമല വിഷയം സജീവമായി നിലനിർത്താനും അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കി മാറ്റാനും UDF-ഉം BJP-യും ആഞ്ഞു ശ്രമിക്കുകയാണ്. ശ്രീമാൻ പത്മകുമാറിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇടതുപക്ഷം പ്രതിരോധത്തിലായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കാനായി രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇടതുപക്ഷം. അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്, ചർച്ചയാവുന്നുമുണ്ട്. എന്നാൽ കേരളം തീർച്ചയായും ചർച്ച ചെയ്യേണ്ട എന്തെല്ലാം വിഷയങ്ങൾ വേറെയുണ്ട്. ഉദാഹരണം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എവിടം വരെയായി? എങ്ങും എത്തിയില്ല. എന്തൊക്കെയോ പണി നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനോടകം പണി തീരേണ്ടതാണ്. വീടും കുടുംബവും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും പെരുവഴിയിലാണ്, വാടക കെട്ടിടങ്ങളിലാണ്. അവരുടെ അവസ്ഥയെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേരളം. പക്ഷെ കേരളത്തിന് കിട്ടിയ 750-ലേറെ കോടി രൂപ അത് മതിയല്ലോ ഈ പുനരധിവാസത്തിന്. അതിനെപ്പറ്റി ആരും പറയുന്നില്ല. കേന്ദ്രവും മേൽ നേടിക്കണ്ട, കാര്യമായ ഒരു സഹകരണവും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഓർക്കണം, ബീഹാർ ഇലക്ഷൻ നയിക്കുവാനായി 7500 കോടി രൂപയാണ് ഒരു സംസ്ഥാനത്തേക്ക് കേന്ദ്രം ഒഴുക്കിവിട്ടത്. അതിന് കാശുണ്ട്, കാരണം അത് രാഷ്ട്രീയമായ നേട്ടമാണ്. ബീഹാറിൽ നിതീഷ് കുമാർ ജയിച്ചു വരേണ്ടത് കേന്ദ്രത്തിന്റെ ആവശ്യമാണ്, കാരണം BJP-ക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് ബീഹാറും ആന്ധ്രയും ഒക്കെ എന്ത് ചോദിച്ചാലും കൊടുക്കും, എത്രയായാലും കോടി വേണമെങ്കിലും കൊടുക്കും. കേരളത്തിന് മൊത്തം കടമാണെന്ന് വിളിച്ചു പറയുന്ന BJP-ക്കാർ ഓർക്കണം, കേന്ദ്ര ഗവൺമെന്റ് കടം എത്രയാണ്? ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. ഒരുപക്ഷെ അന്തർദേശീയ രംഗത്ത് തന്നെ ഏറ്റവും അധികം കടമുള്ള അപൂർവ രാഷ്ട്രങ്ങൾ ഒന്നായി മാറുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാരും പറയുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടത് പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. അത് ത്രിതല പഞ്ചായത്ത് ആണെങ്കിലും ബൈ ഇലക്ഷൻ ആണെങ്കിലും അസംബ്ലി ഇലക്ഷനിലും ഒക്കെ. പക്ഷെ അങ്ങനെ സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ടതായ യാതൊരു വിഷയവും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് രാഹുലിനെതിരെ അതിജീവിത അല്ലെങ്കിൽ പെൺകുട്ടി രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ളതാണ്. ഇനി കളി മാറും, അറസ്റ്റ് ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. ഇപ്പോഴെങ്ങുമല്ല, ഇലക്ഷന് ഏതാനും ദിവസം മുമ്പ്. അപ്പോ അതായിരിക്കും അപ്പോഴത്തെ ചൂടുള്ള വിഷയം. ഇത് തന്നെ കഥ. ചർച്ചാ വിഷയങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക്